എല്ലാം തകർന്നു പോയി എന്ന് പറഞ്ഞാലും, എല്ലാം അടഞ്ഞു പോയെന്ന് ചിന്തിച്ചാലും, പ്രതീക്ഷകൾ അസ്തമിച്ചെന്ന് പറഞ്ഞാലും, ആരെല്ലാം എതിർത്തെന്ന് പറഞ്ഞാലും, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യിരെമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായമാണ് ഇന്ന് ചിന്തിക്കുന്നത്. യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ ഒരു വിലാപ പ്രവാചകനാണ്, അല്ലെങ്കിൽ ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ കരയുന്ന പ്രവാചകനാണ്. തൻ്റെ പ്രവചനങ്ങൾ ഒന്നുപോലും മനുഷ്യരെ ആനന്ദിപ്പിക്കുകയോ മനുഷ്യരെ പുകഴ്ത്തുകയോ ചെയ്ത വാക്കുകളല്ല പ്രവാചകൻ ആത്മാവിൽ പറഞ്ഞത്. രാജാക്കന്മാർക്ക് നേരെ മുഖം തിരിഞ്ഞ് അവരുടെ അധാർമിക പ്രവർത്തനങ്ങളെ ആത്മാവിൽ ചോദ്യം ചെയ്ത് എല്ലാ മതമേഖലയും ആത്മാവിൽ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രാഷ്ട്രങ്ങൾക്ക് വരാൻ പോകുന്ന ദൈവിക ന്യായവിധികളെ മുഖവശമില്ലാതെ ശക്തമായി പ്രവചിച്ച പ്രവാചകനാണ് യിരെമ്യാവ്. തൻ്റെ പ്രവചന ദൗത്യങ്ങളെല്ലാം പലപ്പോഴും പ്രതിസന്ധിയിലാണ് താൻ നിവർത്തീകരിച്ചത്. അതുകൊണ്ടാണ് 32-33 അധ്യായങ്ങളിൽ താൻ ബന്ധനാവസ്ഥയിലാണ്. പൗലോസും ബന്ധനാവസ്ഥയിൽ ആയിത്തീർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഭക്തന്മാരൊക്കെ അവരുടെ ജീവിതം ബന്ധനാവസ്ഥയിലായി തീർന്നിട്ട് പോലും അവരുടെ ദൗത്യ നിർവഹങ്ങളിൽ അവരൊട്ടുമേ പതറിപ്പോയില്ല. അവർ ശക്തമായ പ്രതിരോധങ്ങളും പ്രതിസന്ധികളും അവരുടെ ദൗത്യങ്ങളിൽ, അവരുടെ പോരാട്ടങ്ങളിൽ എതിർപ്പെട്ടെങ്കിലും അവരിൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ ശക്തിയാൽ അവര് അതിനെ മറികടന്ന് അവരുടെ ദൗത്യങ്ങളെ ശക്തമായി നിർവഹിച്ച അനുഭവങ്ങളെയാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുക. ഇവിടെ ഈ 32-ലും യിരെമ്യാവ് ബന്ധനാവസ്ഥയിലാണ്. എന്തുകൊണ്ട് താൻ ബന്ധനാവസ്ഥയിലാകുന്നു? താൻ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പ്രവചിച്ചതുകൊണ്ടാണ്. ഇവിടെ ഈ 32-ാം അധ്യായം പഠന വിഷയമാകുമ്പോൾ 4 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം, സിദ്ക്കിയാവിന്റെ കാലഘട്ടത്തിൽ ബാബേൽ രാജാവായി നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് ഇതിനെ നിരോധിച്ച്, ഇതിനെ തകർത്ത് യഹോവയുടെ വിശിഷ്ടപ്പെട്ട പാത്രങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അനേകരെ ബന്ധനസ്ഥരാക്കി മാറ്റുന്ന മേഖലയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ആധാരം ചമയ്ക്കുന്ന അനുഭവം. മൂന്നാമത്തെ കാര്യം, യിരെമ്യാവിന്റെ സുദീർഘമായ പ്രാർത്ഥന. നാലാമത്തെ കാര്യം, ദൈവത്തിന്റെ ശുഭകാലം അല്ലെങ്കിൽ ദേശത്തെ കടാക്ഷിക്കുന്ന ദൈവ നീതിയുടെ കാലഘട്ടം. ഈ 4 നിലയിലാണ് 32-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ സിദ്ക്കിയാവ് എന്ന് പറയുന്ന രാജാവ് പിടിക്കപ്പെടുകയാണ്. ബാബേൽ രാജാവ് ഈ ദേശത്ത് ആധിപത്യം പുലർത്തുകയാണ്. നോക്കുക, ദൈവാധിപത്യങ്ങൾ അല്ലെങ്കിൽ ദൈവാരാധനകൾ കുറയുമ്പോൾ, ദൈവാധിപത്യങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ ദൈവാരാധനകൾക്ക്, ദൈവ വിഷയങ്ങൾക്ക് രാജാക്കന്മാര് വേണ്ട വിധത്തിൽ ശ്രദ്ധ പുലർത്താതിരിക്കുമ്പോൾ ആ രാജ്യം ശിഥിലീകരിക്കപ്പെടുകയാണ്. ദൈവകാര്യങ്ങൾക്ക് എവിടെയാണോ പ്രാധാന്യം കൊടുക്കുന്നത് ആ രാജ്യം ദൈവത്താൽ അഭിവൃദ്ധി പ്രാപിക്കുകയും, ദൈവകാര്യങ്ങൾക്ക് എവിടെയാണ് അശ്രദ്ധ വരുന്നത് അവിടെ ആ രാജ്യം ശത്രു രാജാക്കന്മാരാൽ തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്നാം ഭാഗത്ത് ഇത് തകർക്കപ്പെടുകയാണ്. രാജാവും അമ്മ, നെബൂഖദ്നേസർ രാജാവും അമ്മ ഇതിനെ നശിപ്പിക്കുകയാണ്. ഇതിനിടയിലാണ് ഒരു ആധാരം ചമയ്ക്കുന്നത്. അത് ശുഭകാലഘട്ടത്തെ കാണിക്കുന്നു. സകലതും തകർന്ന് തരിപ്പണമാകുമ്പോൾ മുൻകൂട്ടി എഴുതപ്പെട്ട ചില കാര്യങ്ങൾ ദൈവം മാറ്റിവെക്കുകയാണ്. തകർക്കപ്പെട്ട സ്ഥലം, നശിക്കപ്പെട്ട സ്ഥലം, വിറ്റുപോയ സ്ഥലം, ശത്രു കൈയേറിയ സ്ഥലം, ഇന്നല്ലെങ്കിൽ നാളെ അതൊരു അനുഗ്രഹത്തിലേക്ക് വഴിമാറും. അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അവിടെ നന്മകൾ കിളിർക്കും, നന്മകൾ കൊയ്യും, നീതി പുലരും, സമാധാന പട്ടണങ്ങൾ പണിയപ്പെടുമെന്നുള്ള നാളേക്ക് മാറ്റിവെക്കുന്ന ഒരു ആധാരം ചമയ്ക്കൽ, അതിന് ശുഭപ്രതീക്ഷയെ കാണിക്കുകയാണ്. തന്റെ അലോത്തിലെ നിലം ഇളയപ്പന്റെ മകനുമായി യിരെമ്യാവ് ബന്ധനാവസ്ഥയിൽ ആധാരം ചമയ്ക്കുമ്പോൾ, ദീർഘകാലം ഒരു മൺപാത്രത്തിൽ അതിനെ മാറ്റിവെക്കുമ്പോൾ, അതിന്റെ അർത്ഥം സകലതും തകർക്കപ്പെട്ടാലും വാഗ്ദത്തങ്ങൾ നാളെ അത് ഒരു ഉദയം പോലെ ഉദിച്ചു വരുമെന്ന് ആ എഴുത്തുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ യിരെമ്യാവ് പ്രവാചകൻ ഉത്കൃഷ്ട മാനസനാണ്.
അദ്ദേഹം തന്റെ രാജ്യത്തോട് ആത്മാർത്ഥത പുലർത്തുന്നവനാണ്, രാജ്യസ്നേഹിയാണ്. രാജ്യസ്നേഹിയായ ഒരു പ്രവാചകൻ എന്ന് വിളിക്കപ്പെടാൻ കാര്യം, തൻ്റെ ആത്മാവിൽ താൻ വരാൻ പോകുന്ന തകർന്നു പോകുന്ന രാജ്യം യഥാസ്ഥാനപ്പെടണം, വീണ്ടും അത് പണിയപ്പെടണമെന്ന് താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ താൻ വീണ്ടും പണിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് താൻ ദൈവത്തോട് കേണപേക്ഷിക്കുന്നു, ദൈവമേ, സകലതും തകർത്ത് കളഞ്ഞാലും നീ ഇതിനെ പിന്നെയും പണിതെടുക്കണമെന്നുള്ള യിരെമ്യാവിന്റെ പ്രാർത്ഥന. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാം തകർന്നു പോയിട്ടും ദൈവം അതിനെ പുനഃസ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഭാവികാല പണികളെ പറ്റിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പഠനത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കുവാനായിട്ട് കഴിയണം. എല്ലാം തകർന്നു പോയി എന്ന് പറഞ്ഞാലും, എല്ലാം അടഞ്ഞു പോയെന്ന് ചിന്തിച്ചാലും, പ്രതീക്ഷകൾ അസ്തമിച്ചെന്ന് പറഞ്ഞാലും, ആരെല്ലാം എതിർത്തെന്ന് പറഞ്ഞാലും, ദൈവം നമ്മളിലൊക്കെ ഒരു ശുഭകാലഘട്ടം എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ആധാരം ചമച്ചു വെച്ചിട്ടുണ്ട്. ശത്രുവിനെ തൊടുവാൻ പറ്റാത്ത വിധം, തകർക്കുവാൻ പറ്റാത്ത വിധം ഒരു നല്ല നാളുകൾ നമുക്ക് വേണ്ടി ദൈവം സമ്മാനിക്കുന്നുണ്ട്, ഒരുക്കുന്നുണ്ടെന്നുള്ള വലിയൊരു ആവേശകരമായ ദൂതും കൂടെ ഇതിൽ മറഞ്ഞു കിടക്കുന്നു. ആ ദൂതുകൾ ഏറ്റെടുത്ത് നമ്മൾ ഇത് ഒന്നുകൂടെയൊക്കെ ഒന്ന് വായിച്ച് ദൈവത്തെ ഒന്നുകൂടെ ഭയപ്പെടുവാൻ, ദൈവത്തെ ഒന്നുകൂടെ അനുഗമിക്കുവാൻ നമുക്ക് ആത്മീയമായ ഉൾക്കാഴ്ച നൽകട്ടെ എന്ന് പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും.